കാർഷിക മേഖലയ്ക്ക് മുൻഗണന നൽകി പത്തനംതിട്ട ജില്ലയിൽ ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് പുതിയതായി സ്ഥാനമേറ്റ ജില്ലാ പ്രസിഡന്റ് ദീനാമ റോയ്. അടുത്ത 5 വർഷം ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും ദീനാമ റോയ് കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിന്റെ പുതിയ അധ്യക്ഷ പദവി ദീനാമ റോയ് ഏറ്റെടുത്തിരിക്കുകയാണ്. നമ്മളോടൊപ്പം കേരള വിഷനോടൊപ്പം ചേരുകയാണ്. ഏറ്റവും വലിയ മധ്യവരാങ്കൂറിലെ ഒരു ജില്ലയാണ് പത്തനംതിട്ട. എന്തൊക്കെയാണ് മനസ്സിലുണ്ടാകും വികസനം? നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ മുടങ്ങിക്കിടക്കുന്ന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളത് വലിയൊരു ലക്ഷ്യമാണ്. നമുക്കറിയാം, പത്തനംതിട്ട ജില്ല എന്ന് പറയുന്ന മതസൗഹാർദ്ദത്തിന്റെ ഒരു ജില്ലയാണ്. ഇവിടെ ജനങ്ങൾ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഒരു പ്രദേശമാണ്. ഗ്രാമീണ മേഖലയിലുള്ള വികസന പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ ഇവിടെ എന്തൊക്കെയുണ്ടോ അതൊക്കെ കഴിവിന്റെ മാക്സിമം ചെയ്യാമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ പദ്ധതി കാലത്തെ ഒരുപാട് എക്സ്പെൻഡിച്ചർ കുറവാണ് ഇവിടെ. കഴിഞ്ഞ 5 വർഷക്കാലവും അതായിരുന്നു. അത് ഇനിയുള്ള കാലങ്ങളിൽ ഉണ്ടാകത്തില്ല. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ പ്രാവശ്യം പദ്ധതി വീതം ഒരുപാട് വെട്ടിക്കുറച്ചിരുന്നു. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ജില്ലയ്ക്ക് ക്ഷീണമായിട്ട് സംഭവിച്ചിട്ടുള്ളത്. നമുക്ക് കിട്ടുന്ന വിഹിതം കൃത്യമായി വിനിയോഗപ്പെടുത്തുന്നതിലും അതോടൊപ്പം തന്നെ ജനക്ഷേമകരമായ കാര്യങ്ങൾ ചെയ്യുന്നതിലും മുൻതൂക്കം കൊടുത്തുകൊണ്ടായിരിക്കും പ്രവർത്തനം. പുതിയ പ്രോജക്റ്റുകൾ ഞങ്ങൾ പ്ലാൻ ഇട്ടിട്ടുണ്ട്. അത് പ്രകാരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. പ്രത്യേകിച്ച് മാഡം ഇപ്പോൾ വരുന്നത് മലയോര മേഖലയിലാണ്, അതുപോലെ തന്നെ അപ്പർ കുട്ടനാട് മേഖലയിലും. 2 മേഖലയിലും കാർഷിക വൃത്തിയാണ്. ഇതിനെന്താണ് പരിഗണനകൾ? കർഷകരുടെ ഇപ്പൊ അവരുടെ വിഷയങ്ങൾ നമുക്കറിയാം. പന്നിശല്യം, അവർ കൃഷി മേഖലയിൽ ഇറങ്ങുന്നവർക്ക് തന്നെ ഭയപ്പാടുണ്ട്. കൃഷി മേഖലയിൽ നിന്ന് ഒരുപാട് പേര് പിന്നോക്കം പോയിരിക്കുന്നതിന്റെ കാരണം തന്നെ ഇവിടുത്തെ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. അതിനുള്ള നടപടികൾ മാക്സിമം നമ്മളുടെ നിയമപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്തിരിക്കും. ഇപ്പോൾ തന്നെ 8 ബ്ലോക്ക് പഞ്ചായത്തുകളെ, ഏകദേശം 39-ലധികം ഗ്രാമപഞ്ചായത്തുകളെ, 17 ഡിവിഷനിലെ ഏകദേശം 12 UDF വിജയിച്ചിരിക്കുന്നു. ഇപ്പോൾ ഒരു സെമി ഫൈനൽ കഴിഞ്ഞിരിക്കുകയാണ്. പ്രസിഡന്റിന് വലിയൊരു ചുമതലയാണ് വരുന്ന 3-4 മാസത്തിനുള്ളിൽ. എങ്ങനെയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ട് തന്നെയുള്ള ഒരു സെമി ഫൈനൽ എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ ഇലക്ഷനെ നേരിട്ടത്. നമുക്കറിയാം, പത്തനംതിട്ട ജില്ലയുടെ ഏറ്റവും മതസൗഹാർദ്ദത്തിന്റെ ഒരു ഏരിയയാണ് ശബരിമല ക്ഷേത്രം എന്ന് പറയുന്നത്. ശബരിമല ക്ഷേത്രത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക്, അതായത് ശബരിമല ഭക്തർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കണം. അതോടൊപ്പം ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇപ്പൊ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം, കുട്ടികൾക്ക് പോലും അറിയാം. ഒരു പാട്ടിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ഭയപ്പെട്ട പ്രതിപക്ഷം അല്ലെങ്കിൽ ഭരണകർത്താക്കൾ, ഇപ്പോഴത്തെ ഭരണകർത്താക്കള് ഒരു പാട്ട് തന്നെ പേടിച്ച് തന്നെയാണ് ഇപ്പം അതിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത്. ഇതൊന്നും കണ്ട് ജനങ്ങൾ പേടിക്കില്ല. ജനങ്ങൾ കൃത്യമായ അവരുടെ വോട്ടവകാശം വിനിയോഗിച്ചിട്ടുണ്ട്. മുന്നോട്ടും അടുത്ത തെരഞ്ഞെടുപ്പിലും അത് കൃത്യമായിട്ട് വിനിയോഗിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. 5 മണ്ഡലങ്ങൾ ഈ 5 മണ്ഡലങ്ങളിൽ കൃത്യമായ പ്രവർത്തനങ്ങളുണ്ട്. കൃത്യമായി നമ്മളത് നേടിയെടുക്കുന്ന ഉറപ്പുണ്ട്. 53 പഞ്ചായത്തിൽ ഏകദേശം 39 ഗ്രാമപഞ്ചായത്തുകളാണ് നമ്മളുടെ കയ്യിൽ ഇപ്പോഴുള്ളത്. കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് ടോസ് ആയിരുന്നു. അതും നമുക്ക് നേടിയെടുക്കാൻ പറ്റി. വളരെയധികം സന്തോഷം. എന്നെ സംബന്ധിച്ച്, ഞാൻ കോന്നി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ എന്റെ കീഴിലുണ്ടായിരുന്ന 4 ഗ്രാമപഞ്ചായത്തുകൾ കോന്നി നിലനിർത്തിക്കൊണ്ട് ബാക്കി പോയ 3 ഗ്രാമപഞ്ചായത്തുകളുടെയും ഭരണ UDF നിലനിർത്തി. ബ്ലോക്ക് പഞ്ചായത്ത് ടോസിൽ കൂടി നമുക്ക് UDFിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഒട്ടേറെ ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് പുതിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വാഗ്ദാനം നൽകുന്നത്. ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.